ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എപ്പോഴാണ് നാം മിണ്ടേണ്ടത്, എപ്പോഴാണ് നാം മിണ്ടാതിരിക്കേണ്ടത്? ഇത് ദൈവവചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും നമ്മൾ ഈ ഒരു കാര്യം ലാഘവ ബുദ്ധിയോടുകൂടി എടുക്കരുത്. എപ്പോഴാണ് മിണ്ടേണ്ടത്, എപ്പോഴാണ് നിശബ്ദരാകേണ്ടത്, അത് നാം പഠിച്ചിരിക്കണം. ചൈനീസ് പ്രോവർബുണ്ട്. അവിടെ പറയപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: തക്ക സമയത്ത് നാം ഉപയോഗിച്ച ഉചിതമായ വാക്കിന് $1 വിലയുണ്ടെങ്കിൽ തക്ക സമയത്ത് നാം എടുത്ത നിശബ്ദതയ്ക്ക് $2 വില കൽപ്പിക്കാം. അതിന് ഇരട്ടി വിലയാണ്. തക്ക സമയത്ത് നമ്മൾ ഉപയോഗിച്ച ഉചിതമായ വാക്ക്, അതിന് വിലയുണ്ട്. പക്ഷെ അതിനേക്കാൾ വിലയുള്ളതാണ് തക്ക സമയത്ത് നാം എടുത്ത നിശബ്ദത. മിണ്ടാതിരിക്കേണ്ടടുത്ത് മിണ്ടാതിരിക്കണം, മിണ്ടേണ്ടടുത്ത് നാം മിണ്ടണം. അതാണ് അതിന്റെ അർത്ഥം. ഒരു സംഭവം ഞാൻ ഓർക്കാണ്. ഒരു സഹോദരൻ പറഞ്ഞത്, എൻ്റെ ഭാര്യ നല്ല കാണാൻ പിടിക്കുക, പക്ഷേ വാ തുറന്നു പോയി. എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ, എൻ്റെ ജ്യേഷ്ഠൻ്റെ അത്രയും പോലും കളറൊന്നുമില്ല, ഒരു ഇരുണ്ട നിറമാണ്, പക്ഷേ തങ്കപ്പെട്ട സ്വഭാവം. അവരുടെ സംസാരം മൂലമാണ്, സംസാര രീതി മൂലമാണ് അദ്ദേഹം അപ്രകാരം സൂചിപ്പിച്ചു. പറയുണ്ട്, ഒരു കാര്യം ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്: ഇഫ് യുവർ മൗത്ത് ഈസ് അഗ്ലി, ഹു കെയർസ് ഫോർ യുവർ ബ്യൂട്ടി? നിന്റെ സംസാരം ശരിയല്ലെങ്കിൽ, സംസാരം മോശമാണെങ്കിൽ നിന്റെ സൗന്ദര്യത്തിന് ആര് വില കൽപ്പിക്കും? നമുക്കിത് മനസ്സിൽ വെച്ചുകൊണ്ട് ആദ്യമേ നമ്മളൊരു 5 പ്രധാനപ്പെട്ട വചനഭാഗങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം. ഒന്നാമത്തെ വചനമാണ് യാക്കോബ് ശ്ലീഹ 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വചനം. അതുപോലെ പ്രഭാഷകൻ 20-ന്റെ 18-ാമത്തെ വചനം. യാക്കോബ് 3:2 പറഞ്ഞിട്ടുണ്ട്, നാം പല രീതിയിൽ തെറ്റ് ചെയ്യുന്നവരാണ്, പക്ഷേ സംസാരത്തിൽ തെറ്റുവരുത്താത്തവർ പരിപൂർണരാണ്. പ്രഭാഷകൻ 20:18 പറഞ്ഞിരിക്കുന്നത്, വാക്കിൽ പിഴയ്ക്കുന്നതിനേക്കാൾ ഭേദം കാല് തന്നെ വീഴുന്നതാ. കാല് തന്നെ വീണാൽ ചതവോ ഒടിവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി കടപ്പിലാകാം. പക്ഷെ അതാണ് വാക്കിൽ പിഴയ്ക്കുന്നതിനേക്കാൾ ഭേദമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൊളോസസ് 4:6 വായിച്ചാൽ, നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ. അതാണ് വചനം പഠിപ്പിക്കുക. സുഭാഷിതങ്ങൾ 14:21 മുതൽ 24 വരെ എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഹൃദ്യമായ വാക്കും ഭാഷണവും. ഹൃദ്യമായ വാക്ക്, ഹൃദ്യമായ സംസാരം തേനറ പോലെയാണ്. അത് ആത്മാവിന് മധുരവും ശരീരത്തിന് ആരോഗ്യവും നൽകുന്നു. അതുകൊണ്ട് നമ്മുടെ സംസാരത്തെ നമ്മൾ വളരെ ശ്രദ്ധിക്കണമെന്ന് സുഭാഷിതങ്ങൾ 12:18 വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും വിചാരമില്ലാത്ത വാക്കുകൾ തുളച്ചു കയറുന്ന അസ്ത്രം പോലെയാണ്. ഒരസ്ത്രം നമ്മുടെ ശരീരത്തിൽ തുളച്ചു കയറിയാൽ ഉണ്ടാകാവുന്ന വേദന, പ്രശ്നം, അത് നമുക്കറിയാം. അതുപോലെയാണ് വീണ്ടും വിചാരമില്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ. നമുക്കിനി എപ്പോൾ മിണ്ടണം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു 5 വചനഭാഗങ്ങൾ എടുക്കാം. ഒന്നാമത്തേത് അപ്പസ്തോല പ്രവർത്തനം 18:9. സംസാരിക്കാൻ ദൈവം കൽപ്പിച്ചാൽ നാം നിശബ്ദരാകരുത്. അതാണ് പൗലോസിന് കർത്താവ് കൊടുത്ത ഒരു നിർദ്ദേശം. നിശബ്ദനാകരുത്, നീ സംസാരിക്കണം. ദൈവം കൽപ്പിച്ചാൽ നാം സംസാരിച്ചിരിക്കണം. രണ്ടാമതൊരു കാര്യം, പ്രഭാഷകൻ 41:20 വചനം. ആരെങ്കിലും നമ്മെ വിഷ് ചെയ്താൽ, ഇപ്പം വേണമെങ്കിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ് പറഞ്ഞാൽ, നിശബ്ദനാകരുത്, തിരിച്ചു പറയണം. അങ്ങനെ നിശബ്ദനാകുന്ന ഒരു അവസ്ഥ ലജ്ജാകരമായ കാര്യമാണെന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് പ്രഭാഷകൻ 32:7 വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, പറയാൻ നീ ബാധ്യസ്ഥനാണെങ്കിൽ പറയണം. ഒരു ബാധ്യത നിനക്കുണ്ട് ഈ സമയത്ത് സംസാരിക്കാൻ. അങ്ങനെയെങ്കിൽ അവിടെ അല്ല നിശബ്ദരാകേണ്ടത്, അവിടെ നമ്മൾ പറയണം. പ്രഭാഷകൻ 4:23 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, സന്ദർഭം ഉചിതമാണെങ്കിൽ നാം സംസാരിച്ചിരിക്കണം. ഉചിതമായ സന്ദർഭത്തിൽ നീ സംസാരിക്കാതെ പോകരുത്. പ്രഭാഷകൻ 20:6 വചനം എടുത്താൽ, ഒരു വ്യക്തി വേണേ നിശബ്ദനായിരിക്കുന്നത് അറിവില്ലായ്മ കൊണ്ടല്ല, അറിയാം, പക്ഷെ ഇത് സംസാരിക്കാനുള്ള സമയമല്ല എന്ന് അറിയാവുന്നത് കൊണ്ട് സംസാരിക്കുന്നില്ല. പക്ഷെ ഉചിതമായ സമയത്ത് നാം നിശബ്ദരായിരിക്കരുത്, സംസാരിക്കേണ്ടത് സംസാരിക്കണം എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എസ്തേർ 4-ാം അധ്യായം 14-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ സംസാരം വിമോചനത്തിന് കാരണമാകുമെങ്കിൽ നീ അവിടെ നിശബ്ദനാകരുത്. മറ്റൊരാൾക്ക് വിമോചനത്തിന് നീ സംസാരിക്കുന്നത് ഉപകരിക്കുമെങ്കിൽ സംസാരിക്കണം എന്നുള്ളതാണ് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റൊരു 5 വചനഭാഗങ്ങളിലൂടെ നമ്മൾ ചിന്തിക്കുന്നത്, എപ്പോഴാണ് നാം നിശബ്ദരാകേണ്ടത്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മിണ്ടരുത്. അതാണ് ദൈവവചനം പഠിപ്പിക്കുക. ഒന്നാമത്തെ കാര്യം പ്രഭാഷകൻ 5:12, സത്യം അറിയില്ലെങ്കിൽ നീ മിണ്ടരുത്. ചില കാണാൻ സാധിക്കും, ഭാഗികമായിട്ടേ അറിവുള്ളൂ, പക്ഷെ അവര് വലിയവായി സംസാരിക്കും. ഒന്നും അറിയത്തില്ലെങ്കിലും അവര് സംസാരിച്ചുകൊണ്ടിരിക്കും. നിശബ്ദരായിരിക്കാൻ അവർക്ക് പറ്റത്തില്ല. അറിയാമെങ്കിലേ പറയാവൂ, ഇല്ലെങ്കിൽ വാ തുറക്കരുത് എന്നാണ് പ്രഭാഷകൻ 5:12 നമ്മളെ പഠിപ്പിക്കുക. മറ്റൊന്ന്, നീ സംസാരിക്കുന്നതിനേക്കാൾ ശ്രവിക്കേണ്ട സമയമാണെങ്കിൽ നിശബ്ദരായിരിക്കണം. കേറി സംസാരിക്കുകയല്ല ചെയ്യേണ്ടത്. സഭാപ്രസംഗൻ 3-ാം അധ്യായത്തിൽ 1 മുതൽ വായിക്കുമ്പോൾ എല്ലാത്തിനും ഒരു സമയമുണ്ട്. സംസാരിക്കാൻ ഒരു സമയം, നിശബ്ദരായിരുന്നു കേൾക്കാൻ ഒരു സമയം. പ്രഭാഷകൻ 20-ാം അധ്യായം
8-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, അരിഭാഷണം നടത്തുന്നവര്, തള്ളിക്കേറി സംസാരിക്കുന്നവര് വെറുക്കപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന്, നാം പറയുന്നത് പച്ചക്കള്ളമാണെങ്കിൽ വാ തുറക്കരുത്. അതാണ് ദൈവം പറയുക. പ്രഭാഷകൻ 20:24 എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നുണ വികൃതമായ കറയാണ്. ചിലർക്കറിയാം അവർ പറയണത് പച്ചക്കള്ളമാണ്, എങ്കിലും അവർ പറയും. അങ്ങനെയുള്ളവര് വാ തുറക്കരുത് എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുക. മറ്റൊന്ന്, സുഭാഷിതങ്ങൾ 16:28 വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ഞാൻ സംസാരിക്കുന്നത് മറ്റൊരാളുടെ പേര് നശിപ്പിക്കുമെങ്കിൽ അതാണ് അപവാദം. പ്രഭാഷകൻ 28:13 മുതൽ വായിച്ചാലും കാണാൻ പറ്റും. അപവാദം എത്രമാത്രം ഡേഞ്ചറസ് ആണ്, അപകടകാരിയാണ്. അതിലേക്ക് പോകരുത്. അവസാനമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ഒന്നിലേറെ പ്രാവശ്യം പറഞ്ഞ കാര്യമാണെങ്കിൽ വീണ്ടും പറയരുത്. അതിനേക്കാൾ നമ്മൾ നിശബ്ദരാകണം എന്നുള്ളത് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സുഭാഷിതങ്ങൾ 10:19 വചനം പറയുന്നുണ്ട്, വാക്കുകൾ ഏറുമ്പോൾ പാപം വർദ്ധിക്കും. നമുക്ക് ഈ കാര്യം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അതനുസരിച്ച് മിണ്ടേണ്ടടുത്ത് മിണ്ടാനും മിണ്ടാതിരിക്കേണ്ടടുത്ത് നിശബ്ദരാകാനും വേണ്ട അഭിഷേകത്തിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിഭാഷണം നടത്തുന്നവരുടെ മാനസാന്തരം ഒരു കോമൺ നിയോഗമായി വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വ നന്മകളുടെയും ഉടയവനും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ വചനം ധ്യാനിച്ച ഞങ്ങളെ വചനം ജീവിക്കുന്നവരും ആ വചനം പ്രചരിപ്പിക്കുന്നവരുമാക്കണമേ. വചനം ആദരിക്കുന്നവർക്ക് ഉത്കർഷം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമായ സന്തോഷവും അഭിവൃദ്ധിയും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു തരണമേ. അങ്ങയെ സ്നേഹിക്കാനും പരസ്പരം സ്നേഹിക്കാനും ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നമ്മുടെ പ്രത്യേക ആവശ്യങ്ങളും പ്രാർത്ഥനാ നിയോഗവും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്ഥലത്ത് കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ നാമം ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമ്മൾ ഒന്നിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.